മലപ്പുറം മുതരംപൊയിലെ 2.5 വയസ്സുകാരിയുടെ മരണം നമ്മളെ ആകെ ഞെട്ടിച്ച വാർത്തയാണ്. ആ വാർത്തയിൽ കൂടുതൽ ഡെവലപ്മെൻറ്റ് വരുന്നു. നമ്മളിതിലെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ കുഞ്ഞിനെ കൊന്നത് ആ കുഞ്ഞിൻ്റെ അച്ഛനാണ് എന്ന തരത്തിലുള്ള സൂചനകളാണ് വരുന്നത്. മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിക്രൂരമായ രീതിയിലാണ് ആ കുഞ്ഞിനെ കൊന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നോക്കൂ, മർദ്ദിച്ച് കുഞ്ഞിന് ബോധം പോകുമ്പോൾ ആ കുഞ്ഞിനെ എടുത്ത് കട്ടിലിലേക്ക് എറിയുക, എന്നിട്ട് ആ കുഞ്ഞിനെ കത്തിച്ച സിഗരറ്റ് കൊണ്ട് ശരീരമാസകലം മുറിവുണ്ടാക്കുക, പാടുണ്ടാക്കുക, തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെ മരിച്ച ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചത്. മർദ്ദനത്തിൽ വാരിയെല്ലുകൾ പൊട്ടി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ, എത്ര ക്രൂരായിരിക്കും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ എനിക്ക് നോക്കിപ്പോൾ 3-4 വയസ്സുണ്ടോ? 3.5 വയസ്സ് അല്ലേ? നോക്കൂ, 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെയാണ് ഇങ്ങനെ ആ കുഞ്ഞിൻ്റെ അച്ഛൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. മുഹമ്മദ് ഫൈസിനെ, ഭാര്യ ഷഹാനത്തിനെയും മുഹമ്മദ് ഫൈസ് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ പോലീസ് നടപടി എടുത്തില്ല എന്നൊരു ആരോപണവും ബന്ധുക്കൾക്കുണ്ട്. വളരെ ക്രൂരമായ ഒരു കൊലപാതകത്തിൻ്റെ വാർത്തയായിരുന്നു അത്. നമുക്കിപ്പോൾ മുബഷീർ പി അക്ബർ ചേരുന്നു. മുബഷീർ, നമ്മളിതിലെ പുറത്തു കൊണ്ടുവന്ന ഈ വാർത്തയിൽ ഇതിപ്പോൾ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. 2.5 വയസ്സുള്ളൊരു കുഞ്ഞിനെയാണ് ഈ കൊല്ലാക്കൊല ചെയ്തൊടുവിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിക്രൂരമായിട്ടാണ് ആ കുഞ്ഞിനെ മർദ്ദിച്ചത്. എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള ആ നടുക്കുന്ന വിവരങ്ങൾ മുബഷീർ? ഡോക്ടർ അരുൺകുമാർ, നിശ്ചയമായും മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള അതിക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് ആ ഒരു 2.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞ് കൊല്ലപ്പെട്ടതെന്ന വിവരങ്ങളാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പൂർത്തിയായ ഒരു പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ നിലയിൽ ഈ ഒരു ബന്ധുക്കൾ ആരോപിക്കുന്ന പ്രകാരമുള്ള അത്തരത്തിലുള്ള മർദ്ദനങ്ങളായിരുന്നു കുഞ്ഞിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നുണ്ട്. ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ഡെത്തായി ചൂണ്ടിക്കാട്ടുന്നത് കുഞ്ഞിൻ്റെ തലയിലുണ്ടായ രക്തസ്രാവം, അതൊരു പക്ഷേ ഒരാഴ്ച മുൻപുണ്ടായ മർദ്ദനത്തെ തുടർന്ന് ഓൾറെഡി കുഞ്ഞിൻ്റെ തലയിൽ രക്തസ്രാവം ഉണ്ടായിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം, അതായത് മരണം സംഭവിക്കുന്ന തൊട്ട് മുൻപായി വീണ്ടും മർദ്ദനമുണ്ടായതിനെ തുടർന്ന് രക്തസ്രാവം ഉണ്ടായി. ഈ ഒരു രക്തം കട്ട പിടിച്ചതാണ് കുഞ്ഞിൻ്റെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാക്കാൻ സാധിക്കുന്നത്. കുഞ്ഞിൻ്റെ വാരിയെല്ലിന് പരിക്കുണ്ട്, നെഞ്ചിന് പരിക്കേറ്റിട്ടുണ്ട്. ആ നിലയിൽ മർദ്ദിച്ചതിന് ശേഷം കുഞ്ഞിനെ കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. കത്തിച്ച സിഗരറ്റ് കൊണ്ട് കുഞ്ഞിൻ്റെ ദേഹത്ത് കുത്തിപ്പരിക്കേൽപ്പിച്ച മുറിവിൻ്റെ പാടുകൾ ഉൾപ്പെടെ ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ക്രൈം നടന്ന ആ ഒരു സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന ഉദരംപൊയിലിലെ കുറ്റം ആരോപിക്കപ്പെടുന്ന ഫായിസിന്റെ വീടിന് മുൻപിലാണ്. നമുക്ക് കാണാം, ഇതാണ് ഫായിസിന്റെ വീട്. ഈ ഒരു വീട് പൂർണ്ണമായും ഇതിന്റെ ജനാലുകളും വാതിലുകളും അടച്ചു വെച്ചുകൊണ്ട് ഇതിനുള്ളിൽ വെച്ചായിരുന്നു ആ കുഞ്ഞിനെ ആ രീതിയിൽ അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നാണ് ബന്ധുക്കളും അല്പസമയം മുമ്പ് ഈ ഒരു മേഖലയിലെ അയൽവാസികളും, ഈ വീടിനോട് തൊട്ട് ചേർന്നുള്ള അയൽവാസികളോട് നമ്മൾ പ്രതികരിക്കുന്നത്. അതിക്രൂരമായ മർദ്ദനമായിരുന്നു. ഈ ഒരു കുഞ്ഞിന് കഴിഞ്ഞ ദിവസം കഞ്ഞി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ ഫായിസ് അടുത്തേക്ക് വിളിച്ചിരുത്തുന്നത്. 2.5 വയസ്സുള്ള ഫാത്തിമ നസ്രീൻ കഞ്ഞി കുടിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു മർദ്ദനം തുടങ്ങിയത്. തുടർന്ന് മർദ്ദനം അതിക്രൂരമായ ഉപദ്രവത്തിലേക്ക് എത്തുന്നു. കുഞ്ഞിൻ്റെ കഴുത്ത് പിടിച്ചു ഞെരിക്കുന്നു. ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെ വഴക്ക് പറഞ്ഞതിന് ശേഷം കുഞ്ഞിൻ്റെ മുഖത്തടിക്കുന്നുണ്ട്. തുടർന്ന് കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഫായിസ് തൊട്ടടുത്ത കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞു. അലമാരയിൽ തട്ടി കുഞ്ഞ് കട്ടിലിലേക്ക് വീണുവെന്നാണ് ദൃക്സാക്ഷികൾ, ആ ഒരു സമയത്ത് ഫായിസിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഫായിസിൻ്റെ ഭാര്യയും, ഈ ഒരു ഫായിസിനെതിരെ ആരോപണം ഉന്നയിച്ച ഫായിസിന്റെ ഭാര്യയും അതുപോലെ തന്നെ ഫായിസിന്റെ മാതാവും ഫായിസിന്റെ സഹോദരി ഭർത്താവും ഈ വീട്ടിലുണ്ടായിരുന്നു. ഫായിസിന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു അതിക്രൂരമായ ഒരു മർദ്ദനം വീട്ടിൽ നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നിലയിലുള്ള മൊഴികളൊക്കെ തന്നെയാണ് ആ പോലീസിനെ നൽകിയിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഫായിസിനെ കാളികാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് ഇന്ന് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ വധശ്രമത്തിനുൾപ്പെടെ കേസെടുത്തേക്കും എന്നുള്ളതാണ്. എന്തായാലും ഏറെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ, വധശ്രമമല്ല മുബഷീർ, അത് യഥാർത്ഥത്തിൽ കൊലപാതകം തന്നെയാണ് എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്.